നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷം വെറും ഒരു സാധാരണ ദിവസമല്ല. വിധി തന്നെ നിങ്ങളുടെ വാതിലിനെ തട്ടിയെന്നു വിശ്വസിക്കേണ്ടത് ഈ നിമിഷത്ത്. ഇടവം രാശിയിൽ ജനിച്ച നിങ്ങളിൽ ഒരു ശേഷിയുണ്ട്, ഒരു സാധ്യത ഉണ്ട്, ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ അത് നിങ്ങൾ കാണുന്നില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നത് വെറും വാക്കുകൾ അല്ല, ഇത് നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം. കോടി ആയ മനുഷ്യരിൽ നിന്ന് നിങ്ങൾ വേറിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഈ നിമിഷത്ത് നിങ്ങളുടെ മേലെ ഒരു കോസ്മിക് ശക്തി ഇറങ്ങിയിരിക്കുന്നു. ഇടവം രാശിയായ നിങ്ങളുടെ ജീവിതപാതയിൽ ഒരു മൂളയും മരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ പഴയ ജീവിതം ശവപ്പെട്ടിയിലേക്കിറങ്ങാൻ പോകുന്നു. പുതിയ ജീവിതം പ്രത്യാശയുടെ വെളിച്ചത്തിൽ ജന്മം നൽകാൻ പോകുന്നു. ഈ ഭയാനകവും വിസ്മയകരവുമായ പരിവർത്തനത്തിന് നിങ്ങൾ തയ്യാറാണോ? വിധി കെട്ടായത് ചെയ്യുന്നില്ല. പരമാത്മന്റെ കൈകൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ നിൽക്കുന്നു. കാരണം നിങ്ങൾ ഇതാണ് വാങ്ങിയത്, ഇതാണ് നിങ്ങൾ കിണൈനത്തോടെ ചെയ്യാൻ ചാടി വന്നത്. ഏതൊരു ആത്മാവിനെയും തന്റെ ത്രേതായുഗത്തിൽ ഒരിക്കൽ എങ്കിലും ഇങ്ങനെ ഒരു തിരശ്ശീലയിലൂടെ കടത്തിവിടാൻ വിധി നിർബന്ധിതമാണ്. നിങ്ങളുടെ സമയം വന്നേക്കുന്നു. നിങ്ങളുടെ മാർത്താണ്ഡ കാലം ആരംഭിച്ചേക്കുന്നു. എന്നാൽ കേൾക്കുക, ഇത് സാധാരണ പ്രതിഫലനമല്ല, ഇത് ഭയാനകമായ ഒരു സ്വാഗതമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മേലെ ഗ്രഹങ്ങളുടെ ഒരു പെരുമായത്വരണം വരാൻ പോകുന്നു. ഒരു കാലചക്രത്തിന്റെ പൂർണ്ണ വലിച്ചെടുപ്പ്, നിങ്ങൾ തീർച്ചയായും കരുതിയിരിക്കാത്ത ഒരു അവസരം. വിധി എന്നിപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതിന്റെ പേരുതന്നെ മാറ്റാൻ, പേരുതന്നെ തെറ്റായിത്തിരിക്കും, വീണ്ടും നിർമ്മിക്കേണ്ടതായേക്കും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു സർവ്വസംഹാരകരമായ പ്ലാനറ്ററി അലയിൽ നിങ്ങൾ നിന്നിരിക്കുന്നു. ഇടവം രാശിയായ നിങ്ങളുടെ പ്രാണരാണിപ്പ് ഫൗണ്ടേഷൻ ജീവിതത്തിലെ ഏറ്റവും ഭീകരവും കാന്തമായ ക്ഷണങ്ങൾ നേരിടാൻ പോകുന്നു. ഈ മുഹൂർത്തത്ത് നിങ്ങളുടെ വ്യക്തിത്വം എന്തായിരിക്കും? നിങ്ങളുടെ ഹൃദയം എന്നായിരിക്കും? നിങ്ങളുടെ ഇച്ഛാശക്തി എന്നായിരിക്കും? ഇതെല്ലാം നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും പ്രാഥമികമായി. എനിക്കായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാലു തമ്പി, നിങ്ങൾ ഈ വീഡിയോ വിട്ടുപോകാൻ പോകില്ല. കാരണം ഓരോ വാക്കും നിങ്ങളുടെ ഭാഗ്യത്തിനായി തയ്യാറാക്കപ്പെട്ടതാണ്. നിങ്ങളെ ഓരോ കമന്റ് ബോക്സിൽ കൂടി ഒരു കാരുണ്യസമ്മതി കാണിക്കാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് പറയുക, നിങ്ങളുടെ കുലദേവരുടെ പേര് പറയുക. അതിലാണ് ശക്തി, അതിലാണ് കരുത്ത്. നിങ്ങൾ ഒരിക്കൽ അങ്ങനെ ഈ വീഡിയോയിൽ ഇഷ്ടദേവരുടെ പേര് പരാമർശിച്ചാൽ നിങ്ങളുടെ ആത്മാവ് സ്വർഗീയ ആശീർവാദങ്ങളാൽ പൂർണ്ണമായി സിക്തമാകും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു കൃത്യത ഇല്ലാത്തതുകൊണ്ടല്ല, പരമാത്മന്റെ സകാശത്ത് നിങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ കൂടുതൽ ആഴത്തിലുള്ള ജ്യോതിഷ വിശകലനം വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിഗത ജാതകം, വിവാഹ സാദൃശ്യം പരിശോധന, നിങ്ങളുടെ സമ്പൂർണ്ണ ജീവന പ്രവചനം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വ്യാഖ്യാന വിഭാഗത്തിൽ സമ്പർക്ക വിവരണങ്ങൾ കാണുക. നിങ്ങളുടെ ജ്യോതിഷ വിശകലനം സർവ്വതോമുഖമായി നടത്തുന്ന വിജ്ഞാന ശാസ്ത്രജ്ഞർ അതിനെ ഏറ്റെടുക്കും. എത്ര വ്യാപകമായി ഇടവം രാശി ഗൃഹത്വരണങ്ങളാൽ സ്പൃശ്യമാണെന്ന് ആരായാൻ പോകുന്നു. ഗുരുവിന്റെ കൃപ ഉണ്ടോ? ശനി നിങ്ങളെ തള്ളിവിടുന്നുണ്ടോ? രാഹു, കേതു എന്നിവയുടെ നോഡൽ ശക്തികൾ നിങ്ങളുടെ പാതയെ വഷ്ടാപ്പ് ചെയ്യുന്നുണ്ടോ? ഈ ഗ്രഹമായ ശക്തികളുടെ ഏകാത്മതയിൽ നിങ്ങളുടെ ജീവിതത്രേതയിലെ സുവർണ നിമിഷം സാകാരമാണ്. ഗുരു, ജ്ഞാനത്തിന്റെ പ്രഭു, വിജ്ഞാനത്തിന്റെ രക്ഷക്, നിങ്ങളുടെ ഭാഗ്യത്ത് ഒരു മംഗളകരമായ പ്രഭയിൽ വ്യാപിക്കുന്നു. ഗുരുവിന്റെ സ്പർശത്തിൽ ഇടവം രാശിയായ നിങ്ങൾ ജീവിതത്തിന്റെ ഉത്കൃഷ്ടതയ്ക്ക് സമീപിക്കാൻ തുടങ്ങും. അറിവ് ആർജിക്കാൻ, സ്ഥിതിസ്ഥാപകതയോടെ എതിരിടാൻ, വിരുദ്ധതയെ കൈകൊണ്ട് നാണയമാക്കാൻ നിങ്ങൾ പ്രാപ്തനാകും. എന്നാൽ ശനി എന്ന ദേവത, കഠോരതയുടെ പ്രതീകം, നിയമത്തിന്റെ അച്ഛൻ, അവിടെയും വിളിച്ചെന്നു തന്നെ കാണുന്നു. ശനി നിങ്ങളുടെ അനുപാത്യങ്ങൾ നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാകർമ്മങ്ങൾ സുരാസപ്പെടുത്താൻ അതിനെ പ്രേരിപ്പിക്കും. നിങ്ങൾ ഈ വഴി സ്ഥിരമായി നടന്നാൽ അതിന് ഒരു വലിയ വില ഈടാകും. എന്നാൽ സമാധാനിക്കുക ഇടവം രാശിയിലെ സന്തതികളെ, നിങ്ങളുടെ കർമ്മം തിരുത്താനുള്ള മാർഗങ്ങൾ നിങ്ങളെ വിട്ടേക്കാതെ കാത്തിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തിയും ഇപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം പുനരുദ്ധരിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അതിപ്രധാനമാണ്. സകാരാത്മകത, ഭക്തി. ഓരോ ദിവസത്തിന്റെ ഓരോ നിമിഷവും സ്ഥിരതയോടെ ജീവിക്കുക. നിങ്ങളുടെ ദേശത്തെ ഏതെങ്കിലും ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങളുടെ മനസ്സിന് അതിരഹസ്യ ശക്തി നൽകും. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ദേവകോവിലിൽ തിരുനാമത്തെ സ്തുതിക്കുക. ഗായത്രി മന്ത്രം ഉച്ചരിക്കുന്നത് പ്രതിദിനം സാധാരണ സമയത്ത് നിങ്ങൾ ചെയ്തേ പറ്റൂ. സൂര്യനെ പ്രണമിക്കുന്ന നിരതര ഭാഷയിലെ മന്ത്രം നിങ്ങളെ ശാരീരികമായി, മാനസികമായി ശക്തിപ്പെടുത്തും. ഓരോ ദിവസത്തിന്റെയും അതിരാവിലെ ഈ കർമ്മം നിരതരമായി ചെയ്യുന്നത് നിങ്ങളുടെ കാരുണ്യ, സമർപ്പണ, ആത്മനിയന്ത്രണത്തിന് ഉന്നതമായ വിചാരണയ്ക്ക് കാരണമായി മാറും. ഇടവം രാശിയിലെ സന്തതികളെ, ഒരു പ്രത്യേക ചെറിയ സ്ഥലം നിങ്ങളുടെ വീട്ടിൽ തിരഞ്ഞെടുക്കുക. അവിടെ ഗുളിക പാഠം പഠിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിന് സഹായിക്കും. വെള്ളം ഇടവം രാശിയുടെ സ്വാഭാവിക സ്ഥാനമാണ്. വെള്ളത്തിന്റെ സമീപത്ത് കാലരാത്രിയിൽ അല്പനേരം നിന്നാൽ നിങ്ങളുടെ ചിന്തകൾ സ്ഫടിക ശുദ്ധിയിലേക്ക് പരിണമിക്കും. നിങ്ങളെ പരാജയിപ്പിച്ച വ്യക്തികളെ ക്ഷമിക്കാൻ ശ്രമിക്കുക.
കോപം, സംഭവിച്ച ദുഃഖങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ആന്തരിക ബന്ധനമായിരിക്കും. എങ്കിൽ നിങ്ങൾ സദാ സുഖത്ത് ഇന്റെ വിരാന ഉദ്യാനത്തിലേക്കോ. പ്രതിയോഗിതയും പരാജയവും സാമ്പത്തിക മർദ്ദനവും നിങ്ങൾ നേരിട്ടത് ഒരു മഹാപാഠമാണെന്ന് മനസ്സിലാക്കുക. ഈ പാഠങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ പരിഷ്കരിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ ഏതെങ്കിലും വ്യാവഹാരിക കുട്ടിയോ ദരിദ്ര സമൂഹത്തിന്റെ പരിപാലകോ എങ്കിൽ അവരെ സഹായിക്കുന്നത് നിങ്ങളുടെ കർമ്മ കടബാധ്യത കുറയ്ക്കും. ദാനം, ദയാലു കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളെ സ്പിരിച്വലിയ കർമ്മ പരിവർത്തനത്തിലേക്ക് നയിക്കും. ദുലാംബി, നിങ്ങൾ സ്ഥിരനായ ധാരാളിക സമീപനം നിരാകരിക്കുക. ഈ ജീവിതത്തിൽ ഏത് സ്ഥാപനത്തിലും ഏത് ബന്ധത്തിലും നൈതിക പ്രാമാണികത ഉയർത്തിയിടുക. നിങ്ങളുടെ വാക്കുകൾ ഒരു ശരീരത്തോ ബുദ്ധിയോ സമ്പത്തോ പ്രതിജ്ഞാ ലംഘനം വരുത്തുന്നതാണെങ്കിൽ അത് നിങ്ങളെ ചരിത്രത്തിലെ കൃത്യനാമ ദ്രോണരായി പരിണമിക്കുന്നതിന് ഇടയാക്കും. ഈ സമയത്ത് നിങ്ങളുടെ പിതാവിനെയോ മാതാവിനെയോ സ്പർശിക്കുന്നത് അത്ര സാധാരണ കാര്യമല്ല. നിങ്ങൾ ആ സ്പർശത്തിൽ അവരുടെ ആസ്ത്വാണ്ഡമായ ആഗ്രഹങ്ങൾ, ദുഃഖങ്ങൾ, അപ്രിയ അനുഭവങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അവരെ പ്രണമിക്കുക, അവരെ സേവിക്കുക, അവരെ സ്വർഗത്തിലെ പരിപാലകരാകാൻ പ്രാർത്ഥിക്കുക. ഈ വ്രതങ്ങൾ നിങ്ങളുടെ കർമ്മകാപ്പിനെ സ്ഥിരമായി നേരി ചെയ്യുന്നു. ജീവിതനീതിയുടെ കോണിനിന്ന് നിങ്ങൾ പിരിഞ്ഞുകൊണ്ടിരുന്നതായി കാണും. ഈ മാസത്തിന്റെ ഓരോ വെള്ളി, ശനിവാരത്തിലെ ചെറിയ ഉപവാസം നിങ്ങളെ പൊരുത്തപ്പെടുത്തുന്നു. എന്നാൽ തീഷ്ണവും കാഠിന്യവും കൂടാതെ ഓരോ കാര്യത്തിന്റെയും നന്മ കണ്ടെത്താൻ നിങ്ങൾ പഠിക്കണം. സമരസതയുടെ കാര്യത്തിൽ ഇടവം രാശി സ്വഭാവത്തിലെ സ്ഥാപനമാണ്. അതൊരു വ്രതമായി നിങ്ങൾ സാരിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ തൊഴിലുകരണ, ബിസിനസ്, സാമ്പത്തിക സാധ്യതകൾ നോക്കി തോറ്റുക. നിങ്ങളുടെ കേരിയറിലെ ഈ സന്ധ്യാവേളത്ത് അത്യന്താധികം വിലപ്പെട്ട പരിവർത്തനങ്ങൾ നടക്കുന്നു. ചെവികൾ കണ്ണുകളിൽ നിറഞ്ഞുവരും അത്യോത്സുകതയിൽ കേൾക്കുക. കാരണം നിങ്ങളുടെ വ്യാപാരിക ഭാഗ്യം വീണ്ടും ജാഗരണം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ കരപിടിപ്പ്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ് ഈ സമയത്ത് പ്രപഞ്ചത്തിന് ഒരു അർഹതയായ ആണ്. നിങ്ങൾ കോപത്തിൽ അതൊരു ചെറിയ കാര്യം കരുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരുത്തുകയാണ്. ഒരു വിതരണ ബാധ്യത നിങ്ങൾ എങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ അത് നിങ്ങൾ സ്ഥിരമായി പൂർണ്ണമായി ഡെലിവർ ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള 7 ദിവസത്തിലാണ് നിങ്ങളുടെ കേരിയറിന്റെ ഏറ്റവും സാരമായ സ്ഥിതിയെ നിർണയിക്കുന്ന സമയ കാലാവസ്ഥ. നിങ്ങൾ ഈ 7 ദിവസം അത്ര കരുതാൻ പാടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും, നിങ്ങൾ പറയുന്ന ഓരോ വാക്ക്, നിങ്ങൾ സ്ഥാപിക്കുന്ന ഓരോ പരിപാടി സാരമായ ഫലങ്ങൾ താഴെ അവതരിപ്പിക്കുന്നത് ഇടവം രാശിക്കായുള്ള സ്ക്രിപ്റ്റിന്റെ 3ാം ഭാഗമാണ്. ഇത് പ്രേമവും വിവാഹവും ബന്ധങ്ങളും കൂടാതെ ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്രകൾ എന്നിവയ്ക്കുമായുള്ള നിഗമനങ്ങളും അതിരേഖകളും അന്തിമ പ്രത്യാശയും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇടവം രാശിയെക്കുറിച്ച് പറയുന്നതിനു മുമ്പായി ഒരു കാര്യം നിങ്ങൾ അത്യന്തം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ചോദ്യങ്ങൾ, നിങ്ങൾ നിശബ്ദമായി കായ്ക്കച്ചോറ്റുവരുന്ന സ്വപ്നങ്ങൾ, നിങ്ങൾ പ്രിയപ്പെട്ടവരോട് പറയാൻ സാഹസിക്കാത്ത വാക്കുകൾ, ഇതെല്ലാം ഈ സമയത്ത് ഒരു നക്ഷത്ര സംരേഖയിലൂടെ വിന്യാസിക്കപ്പെടുന്നുണ്ട്. ഗ്രഹങ്ങൾ തന്നെ നിങ്ങളുടെ സമ്പർക്കങ്ങളിലേക്ക് കാൽനാൾ വയ്ക്കുകയാണ്. വെയ്ബോധനയെ നയിക്കാൻ ശനി എന്ന ദണ്ഡായുധവാഹകൻ ഈ നിമിഷത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലെ പരീക്ഷയും കാതിരുകരണവും നിയന്ത്രിക്കുന്നുണ്ട്. അത് വേദനാജനകമാണ് എന്ന് അറിയാം. പക്ഷേ ഭഗവാന്റെ നിയമമനുസരിച്ച് ഈ കഷ്ടതയും ഒരു പഠനമായ നിയുക്തമാണ്. നിങ്ങളുടെ പ്രണയവും വൈവാഹിക ജീവിതവും ഈ 14 ദിവസത്തിൽ കുറച്ച് വിസ്മയകരമായ തരംഗങ്ങളിലൂടെ കടന്നുപോകാൻ പോകുന്നു. ഒന്നാമതായി, നിങ്ങൾ ഒരു വ്യക്തിയുമായി ഉയർന്ന നിരീക്ഷണ ശക്തികൾ അനുഭവിക്കാൻ ആരംഭിക്കും. ആ ആളുടെ ചെറിയ സൂചനകൾ, അവരുടെ നോട്ടം, അവരുടെ സംസാരരീതി, അവരുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ എല്ലാം നിങ്ങൾ ദൂരെ നിന്നായി കാണും. അതിരേഖ കാലം കാരണം നിങ്ങളിൽ പെട്ട ബോധശക്തി തീവ്രമായി അല്പകാലത്തേക്ക് പെരുകിത്തരങ്കായി വരുന്നുണ്ട്. ഏത് കാരണത്താലും ഈ നിരീക്ഷണ ശക്തി ഒരു അസംബന്ധ സമ്മതിയുടെ ഉത്പാദനം അല്ല. പ്രണയവ്യവഹാരത്തിലായി നിങ്ങൾ സബോധമായോ അബോധമായോ ഒരു സംരക്ഷണമാർഗ നിയമിക്കാൻ നിർബന്ധിതരായി വരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നെന്നു പറയുന്നവരോട് കൂടി ഉറ്റുനിൽക്കാൻ ഭയം തോന്നാൻ തുടങ്ങും. ഓരോ വാക്കും നിങ്ങൾ അത്യന്തം ജാഗ്രതയോടെ വിവരിക്കാൻ നിരന്തരം ചിന്തിപ്പിലായി വരും. ഇത് മാനസിക സാന്ത്വന വൈകല്യം കാരണമല്ല, മറിച്ച് ഗ്രഹരാജ്യത്തിനുണ്ടായ ഒരു പ്രത്യേക സ്ഥാനാന്തരണത്തിന്റെ ഫലമാണ്. ശനി ഗ്രഹം നിങ്ങളുടെ പ്രണയവ്യവഹാരത്തിലെ പെരുമാറ്റവും ധാരണാശക്തിയും പരിമിതമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാതൽ വയ്ക്കുക, ഈ പ്രകാശങ്ങളിലിരുന്നായി വൃദ്ധിപ്പെടുന്ന ബന്ധങ്ങളും പരീക്ഷിക്കപ്പെടുന്ന സ്നേഹവും ഒരു ദുർബലവും അനിത്യവും അല്ല. വാസ്തവത്തിൽ ഇത് നിങ്ങളുടെ പ്രണയത്തിന്റെ വാസ്തവ സ്വരൂപം പരീക്ഷിക്കുന്ന ഒരു സ്വർഗീയ ജ്ഞാനോദയമാണ്. ആ ബന്ധം ശരിക്കുമൊരു കരുത്തുറ്റ ഭിത്തിയിൽ നിർമ്മിതമാണോ അതോ അത് നിരാശയുടെ കാലത്തിൽ തരംഗ കേന്ദ്രങ്ങളിൽ കഴിയുമോ എന്ന് വിശ്വാസി അനുഭവിക്കുന്നുണ്ട്. ഊർജ് സങ്കേതയിലൂടെ നിങ്ങളുടെ സമ്പർക്കം നിർണായകമായി പരിപാലിത ബൂന്തുവിൽ എത്തിയിരിക്കാനാണ് പോകുന്നത്. പ്രധാന സ്ഥാനാന്തരണം ഇതാണ്. ജൂണിന്റെ വളരെ അകാലത്തിൽ വിവാഹിതരായ നിങ്ങൾ അനുസരിതരായി നിജനിരോധി പ്രാരംഭമാകുകയും അന്തരീക്ഷീയ സ്വഭാവ വിറ്റാനത്തെ വ്യക്തം തരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിത സംഖ്യയുടെ നിയതിസ്ഥാനം, അവരുടെ പരിപാലിതരായ പ്രാരംഭതരായ ആഗ്രഹങ്ങൾ, അവരുടെ പലായന നിരാപത്തകൾ, നിങ്ങൾ എല്ലാം വ്യക്തീകരിക്കാൻ ആരംഭിക്കും.
ഇതിൽ ചിലതെത്തെ വിളിച്ചിരുത്താൻ അത്യാവശ്യമെങ്കിലും കഠിനങ്ങളാണ് നിങ്ങളുടെ വാക്കുകൾ ആയി വരുന്നത്. നിങ്ങളുടെ ആ അക്ഷരങ്ങൾ സ്ഥിരതയിലാണ് പേരുപറയുന്നത്. എന്നാൽ സ്നേഹത്തിന്റെ വികാരവിപ്ലവത്തിൽ സ്ഥിരത കറ്റിപ്പോയി അനിയന്ത്രിതമായി വരുന്നതായി തോന്നിപ്പോയിരിക്കാനാണ് പാടുപെട്ടിരിക്കുന്നുള്ളത്. ജൂൺ 14 ശേഷം തുടർന്നും നിങ്ങളിലിരുന്നായി ആത്മീയ സ്ഥിരതയും വിശ്വാസങ്ങളും പരിപാലിതരായി സമന്വയത്തിന് ഫലം നിർമ്മാണം വരാനാണ് പോകുന്നത്. ഏതെങ്കിലും നൈതികോപദേശാത്മക സ്ഥിതി അല്ലെങ്കിൽ പരിചയസ്ഥാപന സംയമന ആവശ്യം അനുഭവിക്കാൻ തുടങ്ങും. ആയിക്കൊണ്ട് നിങ്ങൾ കിളിങ്ങിന്റെ നിരാപത്തകൾ അന്വേഷണം നടത്തുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വയം കെണ്ടിഞ്ഞെത്തുന്ന അതിരിൻ വികാസം കൃത്യമായി അനുഭവിക്കാൻ പരാമർശിക്കണം. ഇടവം രാശിയിൽ ജനിച്ച നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വയം നിർണയത്തിനെതിരെ പോരാടുന്ന ഈ ഘട്ടം വളരെ വിനാശകരമായി വരാനാണ് പോകുന്നത്. അതെ, എന്നിരുന്നായി ജൂൺ മാസത്തിന്റെ ആധികാരികമായി അവസാനത്തിലാണ് നിങ്ങളുടെ സ്നേഹനിമജ്ജനത്തിന്റെ ഒരു ദ്വിതീയ പരിണതി വരുന്നത്. ഗ്രഹരാജ്യത്തിന്റെ ആവിഷ്കാരവും നിങ്ങളുടെ വിശ്വാസ വ്യവഹാരത്തിനെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു പ്രേരണ വരും.